തിരുവനന്തപുരത്തേക്ക് പോയാൽ ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം? ആർക്കൊപ്പമാണ് ജനം? ആരെയാണ് വീഴ്ത്താൻ പോകുന്നത്? ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ. അതുപോലെ IFFK ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല പനക്കോട് വീടിന്റെ അടുക്കളയിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്ന വിവരം ഇന്ന് പുലർച്ചയോടുകൂടി പുറത്തു വന്നിരുന്നു. അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. തെക്കേ എന്തായാലും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഒന്ന്, കേരളം മുഴുവൻ നോക്കിയാൽ കേരളം മുഴുവൻ ഇന്ന് കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. സംസ്ഥാനത്താകെ 200-ലധികം കൗണ്ടിംഗ് സ്റ്റേഷനുകളുണ്ട്. ഓരോ ജില്ലാ കേന്ദ്രീകരിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ പഞ്ചായത്തുകളുടെ കൗണ്ടിംഗ് നടക്കും. കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ച് കോർപ്പറേഷനുകളുടെ കൗണ്ടിംഗ് നിശ്ചിത കേന്ദ്രത്തിലായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ, പ്രത്യേക സ്കൂളോ മറ്റോ ആയിരിക്കും. തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാർവനസ് കോളേജ് ക്യാമ്പസാണ്. ഇത് മറ്റ് നഗരസഭകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക കൗണ്ടിങ്ങുകൾ നടക്കും. ഉച്ചയോടുകൂടി തന്നെ ഫലം പൂർണ്ണമായി ലഭിക്കും. രാവിലെ 8 മണിക്കാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും എണ്ണുക. അതിനുശേഷം ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഫലസൂചന ലഭ്യമായി തുടങ്ങും. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ട്രെൻഡ് എന്ന ആപ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇതുമായി ബന്ധപ്പെട്ട ഫലം ലൈവായി തന്നെ എടുക്കാവുന്നതാണ്. ഒപ്പം 24 അടക്കം വിശദമായി തന്നെ വലിയ ക്രമീകരണങ്ങളുമായി രംഗത്തുണ്ട്. എന്തായാലും മുന്നണികൾ കഴിഞ്ഞ ദിവസം വരെയുള്ള, ഇന്നലെ വൈകിട്ട് 9 മണി വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 73% മുകളിൽ മാത്രമാണ് പോളിംഗ് എത്തിയത്. കഴിഞ്ഞ 15 വർഷത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും മുന്നണികൾ പ്രതീക്ഷയിലാണ്. LDF-നെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്ന ആധിപത്യം അത് തുടരാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളെല്ലാം മുന്നിൽ നിർത്തി തന്നെയാണ് LDF അവരുടെ പ്രചാരണ തന്ത്രം മെനഞ്ഞത്. പക്ഷേ UDF-ഉം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ വർഷം കൈവിട്ടു പോയ വിവിധ കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം അവർക്കുണ്ട്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിൽക്കുമ്പോൾ UDF വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്നത്. BJP ഇത്തവണ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയർത്തുമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വിവിധ പഞ്ചായത്തുകളും നഗരസഭകളുടെയും ഭരണം കൂടുതലായി നേടാനാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഏറ്റവും വലിയ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിക്കുമെന്നുള്ള പ്രതീക്ഷ BJP നിലനിർത്തുന്നുണ്ട്. എന്തായാലും ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. 3 മുന്നണികളും ഒരുപോലെ ശക്തമായ പോരാട്ടം നടത്തിയിരിക്കുന്നു. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലുകളുടെ സമയമാണ്. അന്തിമ പോളിംഗ് ശതമാനം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്നലെ 9 മണി വരെ എന്നുള്ള പോളിംഗ് ശതമാനമാണ് നിലവിൽ നിൽക്കുന്നത്. അതേസമയം നമ്മൾ മറ്റ് IFFK എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈവന്റ് അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സാധാരണഗതിയിൽ വലിയൊരു ഈവന്റ് ആണ്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫലം വരുന്നവരെ ആ പെരുമാറ്റച്ചട്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാംസ്കാരിക മന്ത്രി പ്രത്യേക അനുമതി വാങ്ങിയാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടനം. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കും. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് എത്തുമെന്ന് ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കും ഇളവ് ലഭിക്കണം. ഇതിപ്പോൾ സാംസ്കാരിക മന്ത്രിയും പ്രത്യേക ഇളവ് നേടിയാണ് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം വലിയൊരു സമാപനം, വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 8 ദിവസമാണ്. ഇന്നു മുതൽ 8 ദിവസം തിരുവനന്തപുരം ഒരു IFFK ചിത്രങ്ങളുടെ ഒരു സിനിമ അന്താരാഷ്ട്ര സിനിമകൾ കാണാനുമില്ല എത്തുന്നവരുടെ വലിയൊരു തീർത്ഥാടന കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്സവമായി IFFK വരും ദിവസങ്ങളിൽ മാറുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആലസ്യം മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുക സിനിമകൾ കാണുന്ന സിനിമയുടെ കാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സംഭവിച്ച ഒരു അപകടമാണ്. കഴിഞ്ഞ രാത്രി നെടുമങ്ങാട് വലിയമലയിലെ പനക്കോട് വീട്ടിലെ അടുക്കളയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. പന്നിപ്പടക്കം പൊട്ടിയതാണെന്നാണ് കരുതുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരുടെ നില ഗുരുതരമല്ല, സാരമായ പരിക്കുകളല്ല എന്നാണ് അറിയുന്നത്. ഇവരെ വട്ടപ്പാറയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2 പേർക്കാണ്, അതായത് പനക്കോട് സ്വദേശികളായ ഭജൻലാല്, നൂം എന്നിവർക്കാണ് പരിക്കേറ്റത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. ഫലമറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. തികഞ്ഞ ആത്മവിശ്വാസം മുന്നണികൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതേസമയം തന്നെ അടിയൊഴുക്കുകളിൽ ആശങ്കയും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.